ഹേ എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം യെസ്റ്റർഡേ നമ്മൾ USD CAD ഒരു ഷോർട്ട് എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇത് നോക്കാൻ പോകുന്നത്. അതായത് എപ്പോഴും നോക്കുന്ന പോലെ എന്തൊക്കെയാണ് നമ്മൾ ആ ഒരു സെറ്റപ്പിന് നോക്കിയത്, എങ്ങനെയായിരുന്നു ആ സെറ്റപ്പിൻ്റെ പ്രൊബബിലിറ്റി എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ള റീസണിങ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ട്രേഡിംഗ് വ്യൂയിലേക്ക് പോകാം, എങ്ങനെയാണെന്നുള്ളത് റീക്യാപ്പ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ മെയിൻ ഔട്ട്ലുക്ക് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഡയറക്ഷണൽ ബയാസ്, മാർക്കറ്റിൻ്റെ ഒരു മെയിൻ ട്രെൻഡ് കിട്ടണമെങ്കിൽ ഹയർ ടൈം ഫ്രെയിം തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിവിടെ നോക്കുന്നത് എന്താണ്, വൺ ഡേ ചാർട്ടാണ്. അപ്പോൾ വൺ ഡേ ചാർട്ട് നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഇവിടെ നോക്കിയാൽ മാർക്കറ്റ് ഒരു മോഡറേറ്റ്ലി അപ് ട്രെൻഡ് ആണെന്ന് പറയാം അല്ലേ. അതായത് ചെറുതായിട്ട് മാർക്കറ്റ് ഒരു ബുള്ളിഷ്നെസ് കാണിച്ച് മുകളിലേക്ക് കയറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ മെയിനായിട്ടും നിൽക്കുന്ന റീജിയൻ നോക്കുക, അല്ലെങ്കിൽ ഒരു മേജർ ഹൈ ഓർ ലോ എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവരും. അപ്പോൾ ഇവിടെ നോക്കിയാൽ അപ് ട്രെൻഡിലാണ് എങ്കിൽ തന്നെ ഈ ഒരു ഏരിയ വന്നു കഴിഞ്ഞപ്പോൾ മാർക്കറ്റ് ചെറിയൊരു കൺസോൾട്ടേഷനാണ്. അപ്പോൾ നമുക്കൊരു മേജറായിട്ട് വരുന്ന ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, അതുപോലെ തന്നെ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അപ്പോൾ കറൻറ്റ്ലി മാർക്കറ്റ് നിൽക്കുന്ന എവിടെയാണ്, അതിൻ്റെ ഒരു മീഡിയൻ 50%-ലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ എന്താണ്, നമുക്ക് മാർക്കറ്റ് മുകളിലേക്ക് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെൽ ഓഫ് ട്രൈ ചെയ്യാനുള്ള റീസൺ ഉണ്ട്. രണ്ട് റീസൺ ഉണ്ട്. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പ്രീമിയം ഡിസ്കൗണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓഫ് കോഴ്സ് അത് എപ്പോഴും ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും മാർക്കറ്റ് എവിടെയാണ്, പ്രീമിയത്തിലാണ് നിൽക്കുന്നത്. പ്രീമിയം ആണെങ്കിൽ വി ഗോ ഫോർ സെൽ, അതായത് ഷോർട്ട് എൻട്രീസ് ആയിരിക്കും നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡിലീറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ അതിൻ്റെ കൂടെ ഈ ഒരു ഹൈ നമുക്ക് ലിക്വിഡിറ്റി ആയിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ഈക്വൽ ഹൈസ് ആയിട്ടാണ് ആ ഹൈ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈക്വൽ ഹൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ പെൻഡിങ് ആയിട്ടുള്ള ലിക്വിഡിറ്റി ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മളിവിടെ ഒരു ഡയറക്റ്റ് എൻട്രി, അതായത് ഈ ഒരു സോൺ മിറ്റിഗേറ്റ് ചെയ്ത്, ലെറ്റ്സ് സോൺ എന്ന് പറയുമ്പോൾ അതിവിടെ മാർക്ക് ചെയ്യുക, ഇത് നമുക്കൊരു സപ്ലൈ സോൺ ആയിട്ട് വരും. ഈ ഒരു സപ്ലൈ സോൺ മിറ്റിഗേറ്റ് ചെയ്ത് ഒരു എൻട്രി എടുക്കുന്നതിലും ബെറ്റർ ഓഫ് കോഴ്സ് മുകളിൽ ചെന്ന് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ടായിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ റീപ്ലൈ ബാർ ഇട്ടിരിക്കുവാണ്, ജസ്റ്റ് നമുക്കൊന്ന് സ്കിപ്പ് ചെയ്ത് വിടാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം, ലാസ്റ്റ് ഡേ ഇന്നലെ അത് സ്വീപ്പ് ചെയ്തു. സ്വീപ്പ് മീൻസ് ഈ ലിക്വിഡിറ്റി മാർക്കറ്റ് കളക്ട് ചെയ്ത് അതിൻ്റെ മുകളിൽ പോയി. ഓക്കെ, നമുക്ക് ഈ ഒരു സോൺ ഞാൻ ഡിലീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ജസ്റ്റ് 4 ഹവറിലേക്ക് പോകാം, കാര്യങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഞാൻ നേരത്തെ മാർക്ക് ചെയ്ത ആ ഒരു ലിക്വിഡിറ്റി ഏരിയ. ഓക്കെ, ഈ ഒരു ലിക്വിഡിറ്റി ഏരിയ ക്ലിയർ ആയിട്ട് വന്ന് മാർക്കറ്റ് ബ്രീച്ച് ചെയ്തു. അല്ല, ബ്രീച്ച് ചെയ്തു മീൻസ് അല്ല, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു എന്ന് പറയാം, അല്ലെങ്കിൽ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തു എന്ന് പറയാൻ മറ്റൊരു പേരിൽ. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമ്മുടെ മെയിൻ ട്രെൻഡ്, അതായത് നേരത്തെ നമ്മൾ മേജർ ഹൈ മാർക്ക് ചെയ്തിരുന്ന ഏരിയ ഇവിടെ ആയിരുന്നു. ഇപ്പോൾ ഹൈ ഷിഫ്റ്റായി മുകളിലേക്ക് വന്നിട്ടുണ്ട്. കാരണം ഒറ്റ റീസണേ ഉള്ളൂ, എന്താണ്, ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തു, റീച്ച് ചെയ്തു, മുകളിൽ പോയി. ജസ്റ്റ് ഒരു ലൈനായിട്ട് അവിടെ ഇട്ടിരിക്കുക. അപ്പോൾ ഇത് കഴിഞ്ഞ് സ്ട്രക്ചർ ഷിഫ്റ്റായി, സെയിം ലോ സെയിം ആണ്, ഇവിടെ നിന്ന് തന്നെയാണ് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കേണ്ട കാര്യം, ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് ഹയർ ടൈം ഫ്രെയിമിൽ സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു റിവേഴ്സൽ എൻട്രീസിനാണ് പ്രോബബിലിറ്റി കൊടുക്കേണ്ടത്. ഓക്കെ, അതായത് മൈനർ ആയിട്ടുള്ള ഒത്തിരി ലൈക്ക് അവിടുന്ന് ഡംപ് ചെയ്ത് നേരെ താഴെ വരുമെന്നല്ല പറയുന്നത്. ഒരു സ്വീപ്പ് കഴിഞ്ഞാൽ എന്തായാലും ഒരു സെൽ ഓഫ് ആണ്. ഓക്കെ, അതായത് ഇപ്പോൾ മുകളിലേക്കാണ് സ്വീപ്പെങ്കിൽ താഴേക്ക് ഒരു സെൽ ഓഫ് ആണ്, അതുപോലെ തന്നെ താഴേക്കാണ് സ്വീപ്പെങ്കിൽ മുകളിലേക്ക് ഒരു ബൈയിങ് പ്രഷർ ആണ്. നമുക്കിവിടെ എൻട്രി ടൈം ഫ്രെയിമിലേക്ക് പോകാം, അതായത് 15 മിനിറ്റിലേക്ക് പോകാം. 15 മിനിറ്റിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കാണാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ആ ഒരു സ്വീപ്പ് നടന്നിരിക്കുന്ന ഏരിയ. ലൈക്ക് ഇതുണ്ട്, നമ്മൾ നേരത്തെ വരച്ച ലിക്വിഡിറ്റി സ്വീപ്പിൻ്റെ ലൈനാണ് ഈ കാണുന്നത്. അപ്പോൾ ആ സ്വീപ്പ് നടന്നിരിക്കുന്ന ഏരിയയിൽ ഒരു സപ്ലൈ ഫോർമേഷൻ ഉണ്ട്. അതായത് സപ്ലൈ ഫോർമേഷൻ മീൻസ് ഞാൻ ഈ ഒരു ബേസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബേസ് എന്താണ്, നമുക്ക് സപ്ലൈ ആയിട്ട് ആക്ട് ചെയ്യും. കാരണം എന്താണ്, ഫ്രാക്ടൽ കൺഫർമേഷൻ നോക്കിക്കഴിഞ്ഞാൽ റാലി ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ടുണ്ട്, അത് കഴിഞ്ഞൊരു ബേസ് ക്രിയേഷൻ നടന്നിട്ടുണ്ട്, വീണ്ടും ഫോൾ ആയിട്ടുണ്ട്. സോ അവിടെ റാലി ബേസ് ഡ്രോപ്പാണ് വന്നിരിക്കുന്നത്. സോ ഈ ഒരു ഏരിയയിൽ ബേസ് എന്ന് പറയുമ്പോൾ നമുക്ക് സപ്ലൈ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണ്, 15 മിനിറ്റിൽ മാർക്കറ്റ് എന്ത് ചെയ്യുക, മുകളിൽ വന്ന് ഇവിടെ സെല്ല് ചെയ്യുക. ലൈക്ക് അതായത് അവിടെ എത്തിക്കഴിഞ്ഞായിരിക്കും നമ്മൾ വീണ്ടും ഒരു സെൽ ഓഫിന് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും സ്കിപ്പ് ചെയ്ത് വിടാം. ലൈക്ക് നമുക്ക് അവിടെ മാർക്കറ്റ് ആ ഒരു റീജിയനിൽ എത്തണം. നമുക്ക് എന്തായാലും ഒന്ന് സ്കിപ്പ് ചെയ്ത് വിടാം. ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് സെഷൻ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാം. സെഷൻ ഇൻഡിക്കേറ്റർ ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഏഷ്യ ജസ്റ്റ് ഓൺ ആയിട്ടുണ്ട്, അതായത് ഏഷ്യ സെഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏഷ്യയിൽ നമ്മൾ ട്രേഡ് ചെയ്യാറില്ല, കോഴ്സ് എല്ലാവർക്കും അറിയാം, ലിക്വിഡിറ്റി ഇല്ലാത്ത ഒരു ടൈം ഫ്രെയിമാണ്. ഇപ്പോൾ നമ്മൾ മോസ്റ്റ് ഓഫ് ദ ട്രേഡ്സും ലണ്ടൻ അല്ലെങ്കിൽ ന്യൂയോർക്ക് എന്ന ബേസിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ലണ്ടൻ ഓപ്പണിംഗ് കഴിഞ്ഞിട്ട് മാർക്കറ്റ് എന്താണ് വീണ്ടും മുകളിലേക്കൊന്ന് കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സോൺ ഒന്ന് നീട്ടി വരയ്ക്കാം. ഓക്കെ, അതായത് നമ്മുടെ സപ്ലൈ സോൺ നമ്മൾ മാർക്കറ്റ് സെല്ല് ട്രൈ ചെയ്യാനായിട്ട് POI ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്ന ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ അതവിടെ മിറ്റിഗേഷൻ നടന്നു. അതായത് 15 മിനിറ്റിൽ മാർക്കറ്റ് എന്ത് ചെയ്തു, നമ്മൾ മാർക്ക് ചെയ്ത സപ്ലൈ സോണിൽ മിറ്റിഗേഷൻ നടന്നു. ഇനി എന്താണ്, ഞാൻ പോകുന്നത് എൻ്റെ എൻട്രി ടൈം ഫ്രെയിം ആണ്, ഇതർ 3 മിനിറ്റ് ഓർ
1 മിനിറ്റ് ആണ് ചൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഇവിടെ 1 മിനിറ്റ് ആണ് എടുത്തത്, കാരണം കൂടുതൽ പ്രാക്ടിക്കൽ കൺഫർമേഷൻസ് 1 മിനിറ്റിലാണ് കിട്ടിയത്. അപ്പോൾ ഇവിടെ ഏഷ്യ കഴിഞ്ഞു, ലണ്ടനിലാണ് മാർക്കറ്റ് അപ്രോച്ച് ചെയ്തതെന്ന് കണ്ടു. സോ ഞാൻ ഇൻഡിക്കേറ്റർ അത് ഹൈഡ് ചെയ്യുവാണ്, ഏഷ്യയുടെ അല്ലെങ്കിൽ ലണ്ടൻ സെഷൻ്റെ ഇൻഡിക്കേറ്റർ. ഇനി നമുക്ക് നോക്കേണ്ടത് ഇവിടുത്തെ ഒരു ലൈക്ക് MS, അതായത് ഇപ്പോൾ നമ്മൾ മൊമെൻറ്റം ഷിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, ട്രേഡ് എക്സിക്യൂഷൻ നടത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കറൻ്റ്ലി മാർക്കറ്റ് ലാസ്റ്റ് ഹൈ, അതായത് മുകളിലോട്ട് ബ്രീച്ച് ചെയ്ത് പോയിട്ടുണ്ട്. സോ ഈ ഒരു ലോ നമുക്ക് ബ്രേക്ക് ചെയ്യണം, അത് കഴിഞ്ഞായിരിക്കും നമുക്ക് ട്രേഡ് എക്സിക്യൂഷൻ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ലെറ്റ്സ് ഇത് അടിച്ചുവിടാം, ഇതെന്തായിട്ട് വന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ ബ്രീച്ച് ചെയ്തു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കി കാണാം, ഇവിടെ നമുക്ക് സ്ട്രക്ചർ റിവേഴ്സൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്, നമുക്ക് MS ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 1 മിനിറ്റിലാണ് ഇത് MS ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 1 മിനിറ്റിൽ MS കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, MS കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും ചെയ്യുന്നത് ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ FEG എൻട്രി പോയിന്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് ക്ലിയർ ആയിട്ടൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണും. ഓക്കെ, അതായത് മാർക്കറ്റ് അവിടെ നിന്ന് സ്കിപ്പ് ചെയ്ത് താഴേക്ക് വന്നിട്ടുണ്ട്. നമുക്കിത് ജസ്റ്റ് ഒരു ലോവിലിടാം. ഓക്കെ, ഒരു FEG നിങ്ങൾക്ക് അവിടെ ഫോം ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, ഇൻ കേസ് ഇനി 3 മിനിറ്റിലേക്ക് നിങ്ങൾ പോയാലും ഞാൻ കാണിച്ചു തരാം, അവിടെയും നിങ്ങൾക്ക് പ്രോബിലിറ്റി ഉള്ള എൻട്രി ഉണ്ട്. പക്ഷേ 3 മിനിറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് MS കിട്ടണമെങ്കിൽ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യാം. ഓക്കെ, കാരണം ലാസ്റ്റ് സ്ട്രക്ചർ ഇവിടുന്ന് ഷിഫ്റ്റ് ആയി പോയിട്ടുണ്ട് മുകളിലേക്ക് സ്റ്റിൽ. അത് കഴിഞ്ഞാലും ഈ ഒരു ലോ ബ്രേക്ക് ചെയ്താലേ നമുക്കിവിടെ ക്ലിയർ ആയിട്ട് MS ഉള്ളൂ. കാരണം ഇവിടെ നോക്കിയാൽ കാണാൻ ഒറ്റ ലെഗിലാണ് മാർക്കറ്റ് മുകളിലേക്ക് ഇമ്പൾസീവായിട്ട് പോകാം. അപ്പോൾ നമുക്ക് അതുകൂടെ ഒന്ന് ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് വിടാം. ഓക്കെ, ഇപ്പോൾ നോക്കിയാൽ 3 മിനിറ്റിലും ഇവിടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് MS കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാലും സ്റ്റിൽ ഈ MS ഐഡൻറ്റിഫൈ ചെയ്താലും മുകളിൽ നമുക്ക് എന്താണ് FEGs പ്രസൻ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് FEG മാത്രമല്ല, നമുക്ക് വേറൊരു കൺസെപ്റ്റ് വരുന്നുണ്ട്, BPR എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്, ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച്. അതായത് 2 FEGs, അതായത് ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം, സിമ്പിളായിട്ടൊന്ന് കൺസെപ്റ്റ് പറഞ്ഞുതരാം. മുകളിലേക്ക് ഇമ്പൾസീവായിട്ട് മാർക്കറ്റ് പോകുന്നു, അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ തിരിച്ച് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഓപ്പോസിങ് ആയിട്ട്, അതായത് ഒരേ രീതിയിൽ 2 ഇംബാലൻസുകൾ അവിടെ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ BPR എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 2 എൻട്രി ചൂസ് ചെയ്യാം. അപ്പോൾ 3 മിനിറ്റ് നോക്കുന്ന ഒരാളാണെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് BPR ഫോക്കസ് ചെയ്തിട്ട് ഇവിടെ ട്രേഡ് ഇടാം. ഓക്കെ, പക്ഷേ നമുക്ക് ഈ ഹൈയിൽ SL വെക്കാം. അപ്പോൾ എപ്പോഴും കുറച്ച് ബഫർ സ്പേസ് വെക്കുക, അതായത് ലൈക്ക് ഒരു 5 പിപ്സ്. എൻ്റെ മോസ്റ്റ് ഓഫ് ദി ട്രേഡ്സ് നമ്മൾ 5 പിപ്സ് ആണ് വെക്കുന്നത്. അതായത് ഹൈക്ക് മുകളിലോട്ട് വെക്കുന്നുണ്ടെങ്കിൽ 5 പിപ്സ് മാക്സിമം വെക്കുക. ഓക്കെ, സോറി മാക്സിമം അല്ല, മിനിമം, സോറി 5 അല്ല, അപ്പോൾ അതാണ് വരുന്നത് 50. ഓക്കെ, 50 പിപ്സ്. അപ്പോൾ ഞാൻ എടുത്തിരുന്ന എൻട്രി എന്ന് പറഞ്ഞാൽ 1 മിനിറ്റിലായിരുന്നു. സെയിം 1 മിനിറ്റിലും എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇരുന്നത് 50 പിപ്സ് ആണ്. 50 ഫൈൻ. അപ്പോൾ 2 എൻട്രിയും നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് സ്കിപ്പ് ചെയ്യാം, ലൈക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത് നോക്കാം മാർക്കറ്റിൽ. ഓക്കെ, ഇപ്പോൾ 3 മിനിറ്റിൽ എൻട്രി ട്രിഗറായി ഫസ്റ്റ് ഓഫ് ഓൾ. അത് കഴിഞ്ഞ് നിങ്ങൾ ഇത് വെച്ചാലും 1 മിനിറ്റിൽ വെച്ചാലും അവിടെ എൻട്രി ട്രിഗർ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 മിനിറ്റിലായിരുന്നു ഞാൻ പേഴ്സണൽ എൻട്രി എടുത്തിരുന്നത്. സോ ഞാൻ ഈ 3 മിനിറ്റിൻ്റെ അത് കളയുവാണ്. ലൈക്ക് നമ്മൾ എൻട്രി സെറ്റപ്പിൽ എനിക്ക് വാലിഡ് ആയിട്ടുള്ളതല്ല, ഞാൻ എടുത്തിരുന്നതല്ല അത്. അപ്പോൾ ബാക്ക് ടു 1 മിനിറ്റിലേക്ക് പോയി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു MS കിട്ടിയെടുത്ത് ഇംബാലൻസ് മാർക്കറ്റ് ട്രിഗർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി വേണ്ടത്, കാരണം എപ്പോഴും നമ്മൾ ലൈക്ക് എന്താണ് എൻട്രി ട്രിഗർ ആയി കഴിഞ്ഞാണ് ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നത്. കാരണം മാർക്കറ്റ് ആ ഏരിയയിലേക്ക് വരുമ്പോൾ ഉള്ള ലിക്വിഡിറ്റി ക്രിയേഷൻസും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ടായിരിക്കും ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 50 മിനിറ്റിലേക്ക് വന്നു. മെയിൻ നമ്മൾ സപ്ലൈ എടുത്ത ഏരിയ 50 മിനിറ്റിലേക്ക് വന്നു. 50 മിനിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഇനിഷ്യൽ പുഷ് വന്നിരിക്കുന്ന ഈ ഒരു ഏരിയയിലാണ് അല്ലേ, അതായത് മാർക്കറ്റ് ഇവിടെ നിന്ന് നല്ല രീതിയിൽ പമ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വീപ്പ് നടന്നിരിക്കുന്ന ഏരിയ ആണ്. ഇവിടെ നോക്കിയാൽ കാണാം, ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നിട്ടുണ്ട്. അതായത് കുറച്ച് സീരീസ് ഓഫ് ലോസ് ഇത് ബ്രേക്ക് ചെയ്താണ് താഴോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടും ഈ ഒരു ലെവല് എന്താണ് ഒരു TP ആയിട്ട് ടാർഗറ്റ് ചെയ്യുക. അതായത് ഫുൾ TP ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ട്രേഡിൻ്റെ ഏറ്റവും ലാസ്റ്റ് TP ഫുള്ളായിട്ട് നമ്മൾ ട്രേഡ് ക്ലോസ് ചെയ്യുന്ന ഏരിയ, അതാണ് ഫുൾ TP എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അപ്പോൾ ഇവിടെ നമുക്ക് ഫുൾ TP ടൈപ്പ് എടുക്കാം, ഫുൾ TP. ഇപ്പോൾ ഇതാണ് നമുക്ക് ഫുൾ TP ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത ഏരിയ. ഇനി നമ്മുടെ പാർഷ്യൽ അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് TP ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഇപ്പോൾ റിസ്ക് ഫ്രീ ആകുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലോ ആണ്. അതായത് മെയിനായിട്ടൊരു സെൽ ഓഫ് വന്നിട്ട് തിരിച്ച് റിജക്ഷൻ വന്നിരിക്കുന്ന ഏരിയ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് TP സെറ്റ് ചെയ്യാം, TP1. ഓക്കെ, അപ്പോൾ നമുക്ക് 2 മെയിൻ പോയിന്റ്സ് കിട്ടി. സോ ഇവിടെ പാർഷ്യൽ ബുക്ക് ചെയ്യും, മാർക്കറ്റ് ഇവിടെ വരുമ്പോഴത്തേക്ക് അലർട്ട് കാര്യങ്ങൾ ട്രേഡിംഗ് വിൽ സെറ്റ് ചെയ്യുക, അവിടെ വന്ന് പാർഷ്യൽ ബുക്ക് ചെയ്യുക, ബാക്കി പൊസിഷൻസ് എന്ത് ചെയ്യുക, ഇവിടെ വരെ റൺ ചെയ്യുക. അപ്പോൾ നമുക്കൊരു 3 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്തുക, എന്താണ് സംഭവിച്ചിരിക്കുക നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം നമ്മുടെ ആ ഒരു എൻട്രി പോയിന്റ് മാർക്കറ്റ് ട്രിഗർ ചെയ്തു, ക്ലീൻ ഫോളാണ്.
ആണോ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് പോലും പോയിട്ടില്ല. FEG ടാപ്പ് ചെയ്ത് താഴേക്ക് വന്നു. ബാക്ക് ടു എൻട്രി. ഇപ്പോൾ ഇങ്ങനെയുള്ള കേസിലാണ് നമ്മൾ ലൈക്ക് ബ്രേക്ക് ഈവൻ ആക്കരുതെന്ന് പറയുന്നത്. കാരണം മേ ബി ഒരു ടൈം കൂടെ എൻട്രി അടുത്തേക്ക് മാർക്കറ്റ് പോകാനുള്ള ഒരു പോസിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ബ്രേക്ക് ഈവൻ ഇതാവും, ട്രിഗർ ആവും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഫസ്റ്റ് TP ട്രിഗർ ആയിട്ടുണ്ട്. സ്കിപ്പ് ചെയ്ത് വിട്ടാൽ ഫുൾ TP ട്രിഗർ ആയ ട്രേഡാണ്. ആക്ച്വലി ഈ ട്രേഡ് അത് കഴിഞ്ഞ് നമുക്ക് രാത്രി ഇന്നലെ ന്യൂസ് ഉണ്ടായിരുന്നു. ന്യൂസ് കഴിഞ്ഞ് നല്ല രീതിയിൽ ഫോൾ ആയ ഒരു ട്രേഡാണ്. പക്ഷേ ഓഫ് കോഴ്സ് നമ്മൾ എവിടെയാണോ TP സെറ്റ് ചെയ്തത് അവിടെ എക്സിറ്റ് ആവുക. കാരണം ഓവർ വീഡിനെസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ട്രേഡിങ്ങിൽ അത് പ്രശ്നമാണ്. സോ ഇവിടെ ജസ്റ്റ് അതൊന്ന് ഫുൾ TP ഹിറ്റാക്കുക. ഓക്കെ, ഇവിടെ നമ്മുടെ ഫുൾ TP ഹിറ്റായി. ഇത് ഓൾമോസ്റ്റ് ഒരു 1:6 ട്രേഡായിരുന്നു. അതായത് $100 നിങ്ങൾ റിസ്ക് ചെയ്യുന്നതെങ്കിൽ $600 ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ പ്രോഫിറ്റ് ആയിട്ട് വരുന്നത്. ഇനി ഇത് കഴിഞ്ഞ് എന്താണ് ജസ്റ്റ് ന്യൂസ് ടൈമിൽ മാർക്കറ്റ് സംഭവിച്ചിരിക്കുന്നതെന്ന് കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതായത് ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം USD CAD നല്ല രീതിയിൽ പമ്പ് ചെയ്ത് മുകളിലോട്ട് പോയൊരു ഏരിയ ആണ് അല്ലേ. അപ്പോൾ താഴെ എല്ലാം ലിക്വിഡിറ്റി ക്രിയേഷനാണ്. അപ്പോൾ ന്യൂസ് ടൈമിൽ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഗ്രസീവായിട്ടൊരു ഫോളായിരുന്നു. അപ്പോൾ ഈവൻ ചെറിയൊരു പൊസിഷൻ നിങ്ങൾ അവിടെ ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ പോലും നല്ല രീതിയിൽ സ്കെയിലിംഗ് ചെയ്യാൻ പറ്റും. പക്ഷേ അപ്പോൾ ചില സിറ്റുവേഷൻസിൽ നമ്മൾ ഈ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ച് പോകുന്നത് ബെറ്ററാണ്. പക്ഷേ ഓൾവേസ് അവോയ്ഡ് ന്യൂസ്. കാരണം ന്യൂസ് വെച്ച് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫോള് തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോയിരുന്നെങ്കിൽ മേ ബി നമ്മുടെ പ്രോഫിറ്റും കഴിഞ്ഞ് മാർക്കറ്റ് SL ഹിറ്റ് ആവാനുള്ള സാധ്യത കൂടുതലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഓവറായിട്ടുള്ള ഗ്രീഡിനെസ് കാണിക്കാതെ എവിടെയാണോ നിങ്ങൾ ഇനിഷ്യലി TP ഐഡൻറ്റിഫൈ ചെയ്തത് അവിടെ തന്നെ പൊസിഷൻ ബുക്ക് ചെയ്ത് മാറ്റുക. അപ്പം ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് ഡേ ഞാൻ US30 എടുത്ത ഒരു ട്രേഡ്. US30 അല്ല, USD CAD എടുത്ത ഒരു ട്രേഡ്. അപ്പോൾ അതിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ വീഡിയോസ് എന്തൊക്കെ റീസൺ കൊണ്ടാണ് നമ്മൾ എടുത്തതെന്നാണ് കണ്ടത്. ഓക്കെ, അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും സേഫ് ട്രേഡിംഗ്.